അന്ന് പ്രവാചകന് പറയാമായിരുന്നു, അള്ളാഹുവേ, ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്, ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയാണ്, എനിക്ക് ജീവിതം ഒന്ന് സുഖിക്കണമെന്ന് പറയാമായിരുന്നു. അതല്ല പ്രവാചകൻ പറഞ്ഞത്. പ്രബോധനത്തിന്റെ പ്രകമ്പനങ്ങളിലേക്ക് എടുത്ത് ചാടുകയായിരുന്നില്ലേ? നാടും വീടും ഉപേക്ഷിച്ചില്ലേ? മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നില്ലേ? അപമാനം സഹിക്കേണ്ടി വന്നില്ലേ? അവസാനം മക്ക വിജയവേളയ്ക്ക് ശേഷം അക്ഷരാർത്ഥത്തിൽ അറേബ്യയിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി എന്ന നിലയിൽ, ജനങ്ങളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ, അന്നത്തെ പ്രബലമായ സൈന്യത്തിലെ സർവ്വസൈന്യാധിപൻ എന്ന നിലയിൽ നിൽക്കുമ്പോഴും പ്രവാചകൻ താൻ പിന്നിട്ട ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഇനിയൊന്ന് ജീവിതം ആസ്വദിക്കാമെന്നല്ല കരുതിയത്. പൂർവാധികം ശക്തിയോടെ പ്രബോധന രംഗത്തിറങ്ങിയില്ലേ? അന്നത്തെ ലോകമഹാശക്തികളായ റോമിലെയും പേർഷ്യയിലെയും ചക്രവർത്തിമാരെയും ഈജിപ്തിലെയും യമനിലെയും രാജാക്കന്മാരെയും ഇസ്ലാമിലേക്കും സത്യത്തിലേക്കും ക്ഷണിച്ചുകൊണ്ട് എഴുത്തുകൾ എഴുതിയില്ലേ? അത്തരത്തിലുള്ള ഒരു എഴുത്ത് ടർക്കിയിൽ ഇസ്താംബൂളിലുള്ള തോപ്കാപ്പി മ്യൂസിയത്തിന്റെ ചില്ലുകൂട്ടിൽ ഭദ്രമായി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ സന്ദേശം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിക്കുന്ന ഹെറാക്ലിയസ് ചക്രവർത്തിക്ക് ഇസ്ലാം സ്വീകരിക്കുക, എന്നിട്ട് പ്രയോജകി ഭവിക്കുക. അതിനുശേഷം സൂറ ആലു ഇമ്രാനിൽ നിന്നുള്ള ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും എന്ന വചനങ്ങളില്ലേ? അല്ലയോ വേദപുസ്തകക്കാരെ, നിങ്ങളും ഞങ്ങളും സമതയുള്ളൊരു പാതയിലേക്ക് വരുവിൻ. അള്ളാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കുകയില്ല എന്നും അവനിൽ ആരെയും പങ്കുചേർക്കുകയില്ല എന്നും നമ്മിൽ നിന്ന് ആരെയും രക്ഷാധികാരിയായി സ്വീകരിക്കുകയില്ല എന്നും പ്രഖ്യാപിക്കുക. അവർ പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ പറയുക, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന്. ഈ ചരിത്രരേഖ ഒരു മ്യൂസിയത്തിന്റെ ചില്ലുകൂട്ടിൽ ഭദ്രമായി സംരക്ഷിച്ചു വെക്കുന്നതിൽ അപാകതയില്ല. എന്നാൽ അത് ലോക മുസ്ലിങ്ങളുടെ നിഷ്ക്രിയത്വത്തിന്റെ പ്രതീകമായി കൂടാ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത വിടവാങ്ങൽ ഹജ്ജ് സന്ദേശത്തിൽ 1,00,000-ൽ പരം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചില്ല, അലാ ഹൽ ബല്ലഗത്, ഞാൻ ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ലയോ? ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ എത്തിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിപ്പിച്ചില്ല. കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. പ്രവാചകൻ അവിടെയും അവസാനിപ്പിച്ചില്ല. അവിടുത്തെ ജനങ്ങളോടായി പറഞ്ഞു, ഫൽയുബല്ലിഗ ഷാഹിദു അൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യകാല മുസ്ലിങ്ങൾ എന്നെയും നിങ്ങളെയും പോലുള്ളവരായിരുന്നില്ല. അവർ ഭയന്ന് മാറിയില്ല. മക്കയും മദീനയും വിട്ട് വിദൂരമായ പ്രദേശങ്ങളിൽ അപരിചിതരായ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തി 10,000 ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് നയിച്ചിട്ട് അവിടെ തന്നെ മരിച്ചു. ആ അപരിചിതമായ നാടുകളിൽ തന്നെ കബറടക്കപ്പെട്ടു. പക്ഷെ മരിക്കുന്നതിന് മുൻപ് നിറകണ്ണുകളോടെ അവരും ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കാം, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും സ്ഥിതിയോ? നാം പിന്നിട്ട ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വിലയിരുത്തിയാൽ എത്രയോ അമുസ്ലിങ്ങളുമായി നാം ബന്ധപ്പെട്ടിട്ടുണ്ട്. പലരും നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹപാഠികളാണ്, അധ്യാപകരാണ്, വിദ്യാർത്ഥികളാണ്. സൂര്യന് കീഴെയുള്ള പല കാര്യങ്ങളും നാം സംസാരിച്ചിട്ടുണ്ട്. സിനിമയെ സംബന്ധിച്ച്, തത്വചിന്തയെ സംബന്ധിച്ച്, രാഷ്ട്രീയത്തെ സംബന്ധിച്ച്. എന്നാൽ യഥാർത്ഥത്തിലുള്ള മോചനത്തിന്റെ പാതയായ സട്ടാവിന്റെ സന്ദേശമായ ഇസ്ലാമിനെ സംബന്ധിച്ച് നാം സംസാരിച്ചിട്ടുണ്ടോ? ഒരു യഹൂദന്റെ ശവമഞ്ചം കടന്നുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ സന്നിധിയിൽ യഹൂദൻ എനിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മുഹമ്മദ് ഈ സന്ദേശം എത്തിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയുക എന്നത്? ഇസ്ലാമിനു വേണ്ടി സർവസ്വവും ത്യജിച്ച പ്രവാചകന്റെ ദുഃഖവും വ്യാകുലതയും ഉത്കണ്ഠയും ഇതായിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും സ്ഥിതിയോ? എത്രയോ അമുസ്ലിങ്ങളായിരിക്കും എനിക്കും നിങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടുക. അതുകൊണ്ട് എന്ത് വിധി വന്നാലും ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ പ്രബോധനം നടത്തുവാനുള്ള ബാധ്യതയും അവകാശവുമുണ്ട്. കാരണം 1948 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗമായ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ
25-ാം ആർട്ടിക്കിൾ നമുക്ക് നൽകുന്ന അവകാശമാണ് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കുവാനും അത് പ്രബോധനം നടത്തുവാനും. ആരെയും നാം ഭയക്കരുത്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രബോധനത്തിന്റെ മാർഗം 16-ാം അധ്യായത്തിലെ 125-ാം വചനമുണ്ടല്ലോ, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാബിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. 3 ഭാഗങ്ങൾ. നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗായി. മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് 2-ാം അധ്യായത്തിൽ 256-ാം വചനത്തിലൂടെയും ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. 2 പാതകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാമെന്ന് 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെയും ഉണർത്തുന്ന ഖുർആന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് നിർബന്ധ മതപരിവർത്തനം നടത്തുവാൻ കഴിയുന്നത്? 2-ാമതായി ഈ വചനങ്ങൾ പറയുന്നത് വിജ്ഞാനത്തിലൂടെ ക്ഷണിക്കുക. റൊട്ടിയും പാലും കൊടുത്തിട്ടല്ല, അങ്ങനെ കൊടുക്കുന്ന പല വിഭാഗങ്ങളുമുണ്ട്. പ്രണയിച്ചിട്ടല്ല, തോക്ക് ചൂണ്ടിയിട്ടല്ല. 3-ാമതായി പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടുക. നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇതര മതവിശ്വാസത്തെ സംബന്ധിച്ചും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ, താരതമ്യ പഠനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കാലത്ത് പല്ല് തേക്കുവാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും, കുളിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണയും സോപ്പും, ധരിക്കുന്ന വസ്ത്രവും അതിൽ പൂശുന്ന സുഗന്ധവും, ചായ ഉണ്ടാക്കാൻ ആവശ്യമായ തൈലവും കറിക്ക് ആവശ്യമായ കറി പൗഡറും അത് പാകപ്പെടുത്തുവാനുള്ള കുക്കറും, സഞ്ചരിക്കുന്ന വാഹനവും താമസിക്കുന്ന വീടും, വായിക്കുന്ന പത്രങ്ങളും ഗ്രന്ഥങ്ങളും കാണുന്ന ടെലിവിഷനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും, പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വോട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെയും എല്ലാം താരതമ്യ പഠനത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന മനുഷ്യൻ മതവിശ്വാസം തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം താരതമ്യ പഠനം പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തെ സംബന്ധിച്ച് ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഇത്രയേറെ അപമാനം സഹിക്കേണ്ടി വരുന്നൊരു മതവിശ്വാസം ഉണ്ട് എങ്കിൽ, ഇത്രയേറെ അവഹേളനം സഹിക്കേണ്ടി വരുന്ന മതവിശ്വാസമുണ്ട് എങ്കിൽ, ഇത്രയേറെ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വരുന്നൊരു മതവിഭാഗമുണ്ട് എങ്കിൽ, മറ്റേത് മതമായിരുന്നുവെങ്കിലും, ഇസ്ലാമല്ലാതെ മറ്റേത് മതമായിരുന്നുവെങ്കിലും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. ഇസ്ലാം അജയ്യമായ മതമാണ്, സംശയമില്ല. ദ സൂപ്പർ പവർ, ഐഡിയോളജിയുടെ കാര്യത്തിൽ ഏറ്റവും വൻ ശക്തിയാണ്. ഇസ്ലാം സ്വീകരിച്ച പലരും അത്ഭുതത്തോടെ പറയുകയാണ്, ഇത്രയേറെ അപവാദം സഹിക്കേണ്ടി വന്നൊരു മതം ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന മതമായി തീരുന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ അജയ്യത. യുരീദൂന ലിയുത്ഫിയു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂറിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു പറയുന്നില്ലേ, ബഹുദൈവ വിശ്വാസികൾ അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ അണയ്ക്കുവാൻ, കെടുത്തുവാൻ ശ്രമിക്കുന്നു. അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന്. അതുകൊണ്ട് നാം അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക തത്വങ്ങൾ പ്രബോധനം നടത്തുക, മുസ്ലിങ്ങൾക്കിടയിലും പ്രബോധനം നടത്തുക. അവിടെ ഇസ്ലാമിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് കരുതി ആരും മാറി നിൽക്കരുത്. കാരണം എന്താണ് ഭിന്നിപ്പ്? വിശുദ്ധ ഖുർആൻ പറയുന്നത് 3-ാം അധ്യായത്തിൽ 103-ാം വചനത്തിൽ, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അള്ളാഹുവിന്റെ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്. അള്ളാഹുവിന്റെ പാശം എന്താണ്? വിശുദ്ധ ഖുർആനും അവന്റെ പ്രവാചകന്റെ വചനങ്ങൾ. അതിലായിരിക്കണം നാം മുറുകെ പിടിക്കേണ്ടത്. ഒരിക്കലും ആ തത്വങ്ങളിൽ നിന്നും നാം വ്യതിചലിച്ചു പോകരുത്, നാം മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോയാൽ ഭാരതത്തിൽ ബുദ്ധമതത്തിന് പറ്റിയ അധപ്പതനം ഇസ്ലാമിനും സംഭവിക്കും. ബുദ്ധമതവും ഹൈന്ദവ മതവും തമ്മിലുള്ള വ്യതിരിക്തത നഷ്ടപ്പെടുകയും അവസാനം ഹൈന്ദവ മതം ബുദ്ധമതത്തെ വിഴുങ്ങുകയും ചെയ്തു. എല്ലാത്തിനും ഉപരിയായിട്ട് ഇതര മതവിശ്വാസികൾ ഇസ്ലാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് വാദിക്കാമെങ്കിലും അവർ ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെയായിരിക്കും. പരിമിതമായ ഖുർആനിക വചനങ്ങൾ മാത്രം അവതീർണമായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് പ്രവാചകൻ ആളുകളെ ക്ഷണിക്കുവാൻ കഴിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അധപ്പതനത്തെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ നാം വളരെ ഗൗരവത്തോടുകൂടി നാം ആലോചിക്കുക. നാം അള്ളാഹുവിനെ അംഗീകരിക്കുന്നു, ആ കൽപ്പനകൾ പിന്തുടരുന്നില്ല. പ്രവാചകനെ സ്നേഹിക്കുന്നതായി പറയുന്നു, ആ സുന്നത്തുകൾ പിന്തുടരുന്നില്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഉത്ബോധനങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നാം ആസ്വദിക്കുന്നു, നാം നന്ദി കാണിക്കുന്നില്ല. ഇബ്ലീസിനെ നമ്മുടെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു, അവനെതിരെ പോരാടുന്നില്ല. സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പണിയെടുക്കുന്നില്ല. ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പുണ്ട്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നേരെ വിരൽ ചൂണ്ടുന്നു. സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും നാം വിസ്മരിക്കുന്നു. മരിച്ചവരെ നാം
ഖബറടക്കുന്നു, അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുമില്ല. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അതുകൊണ്ടാണ് ചിന്തകനായ ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞത്, മറ്റുള്ളവർക്ക് ഇടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ നാം ഒന്ന് പറയണം, നാം മുസ്ലിം നാമം ധരിച്ചവർ